തിരുവനന്തപുരം മൂലവിളാകത്ത് സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതിയെ പിടികൂടാൻ സാധിക്കാതെ പോലീസ്. സംഭവം നടന്ന് 9 ദിവസം പിന്നിട്ടിട്ടും പ്രതി ഇപ്പോഴും ഒളിവിലാണ്. അതേസമയം അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പേട്ട പോലീസ് സ്റ്റേഷനിലേക്കും മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്കും മാർച്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞ 13-ന് രാത്രി 11 മണിയോടുകൂടിയാണ് മരുന്ന് വാങ്ങുവാനായി പുറത്തിറങ്ങിയ സ്ത്രീ ആക്രമിക്കപ്പെട്ടത്. സംഭവം നടന്ന് 9 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കമ്മീഷണർ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നപ്പോൾ മഹിളാ മോർച്ച പേട്ട പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടുമെന്ന ഉറപ്പിന്മേൽ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. 2 ദിവസത്തിന്റെ ഉള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പേട്ട പോലീസ് സ്റ്റേഷനിലെ CI പറഞ്ഞതിന്റെ ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ തൽക്കാലം മഹിളാ മോർച്ചയുടെ ഈ പ്രക്ഷോഭം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സംഭവം നടന്ന ഉടൻ തന്നെ പേട്ട സ്റ്റേഷനിൽ പരാതിപ്പെട്ടെങ്കിലും 3 ദിവസം കഴിഞ്ഞാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. നിരുത്തരവാദപരമായ പെരുമാറ്റത്തെ തുടർന്ന് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വിവരങ്ങൾ സ്കൂട്ടർ കമ്പനിയുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിച്ചു. 110 CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. യുവതിയുടെ സഹായത്തോടെ ആവശ്യമെങ്കിൽ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള നടപടിയിൽ പോലീസ് സ്വീകരിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.